ഹലോ, ഇപ്പോൾ കൊല്ലമ്പുഴയിലാണുള്ളത്. ഇവിടുത്തെ അണ്ടർപാസിൻ്റെ പണി എന്താണെന്നറിയാൻ വേണ്ടി വന്ന് നോക്കിയതാണ്. ഇവിടെ അണ്ടർപാസിൻ്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സൈഡ് വാളിൻ്റെ അവസാന ഭാഗവും അതേപോലെ തന്നെ ടോപ്പ് കോൺക്രീറ്റിനുള്ള സ്റ്റേജിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് സൈഡ് വാൾ അവിടെ കാസ്റ്റിംഗ് അതും നടക്കുന്നുണ്ട്. അതിന് മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരത്തെ തർക്കം നിലനിന്നിരുന്ന തിരുവാറാട്ടുകാവിൻ്റെ ക്ഷേത്രഭൂമിയാണ് കാണുന്നത്. അവിടെ അതിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് 2 അണ്ടർപാസ് നിർമ്മിക്കുകയും സർവീസ് റോഡ് ഇല്ലാതെ അവിടെ ക്ഷേത്രഭൂമി ഏറ്റെടുക്കുന്ന ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് അറിഞ്ഞത്. അതിനായിട്ടുള്ള ഡൈവേർഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും അണ്ടർപാസിൻ്റെ. ഇതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള റോഡിലും ഇതേപോലെ ഡൈവേർഷൻ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രിഡ്ജ് സൈറ്റിലാണ് എത്തിയിരിക്കുന്നത്. വാമനപുരം നദിക്ക് കുറുകെയുള്ള ഇവിടെ ഞാൻ 2 ദിവസം മുമ്പേ ചെയ്ത വീഡിയോയിൽ അവിടെ അവരെ നികത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് ത്രൂ ആൻഡ് ത്രൂ നദിക്ക് കുറുകെ മണ്ണിട്ട് നികത്തി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മണ്ണിട്ട് നികത്തിയതേ ഉള്ളൂ. ഇനി റോളർ വന്ന് ഉറപ്പിക്കാനുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതിന് ശേഷമായിരിക്കും ക്രെയിൻ വന്ന് ബാക്കിയുള്ള ഗർഡറുകൾ ലോഞ്ച് ചെയ്യുന്നത്. 10 ഗർഡറുകൾ ലോഞ്ച് ചെയ്ത് നേരത്തെ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നടന്ന് ഞാൻ നദിയുടെ ഒത്ത മധ്യത്തായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ആയിട്ട് മഴ പെയ്ത് നല്ല ചെളിയായി കിടക്കുകയാണ്. ഇപ്പോഴും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. നേരെ കാണുന്നത് ഗർഡർ സ്ഥാപിച്ച സ്ഥലത്ത് ക്രോസ് ഗർഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടത്തി കഴിഞ്ഞെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ അപ്പുറത്തെ പിയറിൻ്റെ മുകളിലുള്ള ഗർഡറിൻ്റെയും ക്രോസ് ഗർഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ പണി ഒരു 2 ആഴ്ച മുന്നേ ചെയ്ത് തുടങ്ങിയിരുന്നെങ്കിൽ ഇത്രയൊരു ബുദ്ധിമുട്ട് വേണ്ടി വരുമായിരുന്നു എന്ന് തോന്നുന്നില്ല. കാര്യം ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ മഴ ശക്തമാവുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ട് വർദ്ധിക്കുകയേ ഉള്ളൂ. ശരിയായ അർത്ഥത്തിലല്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ബൈപ്പാസിൽ ത്രൂ ആൻഡ് ത്രൂ ഗതാഗതം സാധ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി വേറൊരു വീഡിയോയിൽ കാണാം.